നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SBIക്ക് വൻ തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ നാളെ കൈമാറണം. ഹർജി സുപ്രീം കോടതി തള്ളി. അഴിയാക്കുരുക്കിന് അവസാനം. തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ ഈടാക്കി തുടങ്ങി. ഉദ്ഘാടനം ഇന്ന്. 400 സീറ്റ് ലഭിച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന് BJP MP അനന്ത് കുമാർ ഹെഗ്ഡെ. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ സഞ്ചാരികളോ കുറ്റക്കാർ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല, കരാർ കമ്പനിയും. ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം, സംവിധാനം, നടൻ അടക്കം 7 അവാർഡുകൾ നേടി ഓപ്പൺഹൈമർ. വാർത്തകൾ വിശദമായി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് തിരിച്ചടി. വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ അപേക്ഷ തള്ളിയ സുപ്രീം കോടതി വിവരങ്ങൾ നാളെ കൈമാറണമെന്ന് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ 15-ന് പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. ബോണ്ട് വാങ്ങിയവരുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ ബോണ്ടുകളുടെയും വിവരങ്ങൾ SBIയുടെ പക്കലുണ്ട്. വാങ്ങിയ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാണെന്നിരിക്കെ പിന്നെന്തിനാണ് സാങ്കേതികത്വം പറഞ്ഞ് വൈകിപ്പിക്കുന്നതെന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദത്തിനിടെ നൽകിയ മുദ്രവെച്ച കവർ കോടതി തുറന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകിയ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ നൽകിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. അതേസമയം ആരുടെ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയെന്ന വിവരം ഉടൻ വരില്ല. വാദത്തിനിടെ SBIയെ സുപ്രീം കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ട് 26 ദിവസം കഴിഞ്ഞു. ഇതുവരെ എന്തു ചെയ്യുകയായിരുന്നുവെന്നും എന്തിനു സമയം വൈകിപ്പിച്ചതെന്നും കോടതി ചോദിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ നൽകുന്നത് നിർത്തിവെച്ചുവെന്നും പൂർണ്ണ വിവരം നൽകുന്നതിന് സമയം വേണമെന്നായിരുന്നു SBIക്കായി ഹാജരായ ഹരീഷ് സാൽവെ കോടതിയെ അറിയിച്ചത്. ഇതോടെ വിധി വന്ന 26 ദിവസം കൊണ്ട് എന്താണ് ബാങ്ക് ഇതുവരെ ചെയ്തതെന്ന് കോടതി ആരാഞ്ഞു. അതിനെക്കുറിച്ച് ഹർജിയിലൊന്നും പറയുന്നില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. സാങ്കേതികത്വമല്ല, ഉത്തരവ് അനുസരിക്കുകയാണ് വേണ്ടത്. SBIയിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രഹസ്യരേഖയായി നൽകിയത് പരസ്യപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് വിരാമം. തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് രാവിലെ 11 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. ട്രയൽ റണ്ണിനായി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ബൈപ്പാസ് തുറന്നുകൊടുത്തിരുന്നു. തലശ്ശേരി ചോനാടത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AN ഷംസീറും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 1977-ൽ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2018-ലാണ് തുടങ്ങിയത്. 45 മീറ്റർ വീതിയിൽ 18.6 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രാസമയം കുത്തനെ കുറയും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ നീളുന്നതാണ് പുതിയ ബൈപ്പാസ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ 8 മുതൽ ടോളും ഈടാക്കി തുടങ്ങിയിരുന്നു. ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ തലശ്ശേരി മാഹി പ്രദേശങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന യാത്രാക്കുരുക്കുകൾക്ക് പരിഹാരമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റ് ലഭിച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന് BJP നേതാവും MPയുമായ അനന്ത് കുമാർ ഹെഗ്ഡെ. ഇതിനായി ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹാവേരി ജില്ലയിലെ സിദ്ധാപുരിക്കടുത്ത് ഹലഗേരിയിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ്താവന വിവാദമായതോടെ അനന്ത് കുമാർ ഹെഗ്ഡെയെ തള്ളി BJP രംഗത്തെത്തിയിരുന്നു. ഹെഗ്ഡെയുടേത് പാർട്ടി നിലപാടല്ലെന്നും വ്യക്തിപരമായ അഭിപ്രായമാണെന്നും BJP ട്വിറ്ററിൽ കുറിച്ചു. പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഹെഗ്ഡെയുടെ പ്രസ്താവന നരേന്ദ്രമോദിയുടെയും RSSന്റെയും ഒളിച്ചുവെച്ച ലക്ഷ്യങ്ങളുടെ പ്രഖ്യാപനമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന അവർക്ക് നീതിയോടും തുല്യതയോടും വ്യക്തികളുടെ അവകാശങ്ങളോടും ജനാധിപത്യത്തോടും വെറുപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഏകാധിപത്യത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിൻ്റെയും RSSന്റെയും അജണ്ടയാണ് പ്രസ്താവനയിലൂടെ തുറന്നു കാട്ടപ്പെട്ടതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കൈയൊഴിഞ്ഞ കരാർ കമ്പനിയും. അപകടമുണ്ടായ ശനിയാഴ്ച ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ലെന്നാണ് ആൻഡമാൻ കമ്പനിയായ ജോയ് വാട്ടർ സ്പോർട്സിന്റെ വാദം. അപ്രതീക്ഷിതമായി ഉണ്ടായ തിരയിൽ ആളുകൾ ഒരു വശത്ത് തിങ്ങിക്കൂടിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. സർക്കാർ ഏജൻസികൾ കമ്പനിയെ പഴിക്കുമ്പോഴാണ് കമ്പനിയുടെയും ഒഴിഞ്ഞുമാറൽ. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിന്ന ശനിയാഴ്ചയാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടമുണ്ടായത്. ശക്തമായ തിരയിൽപ്പെട്ട് പാലത്തിന്റെ കൈവരി തകർന്നായിരുന്നു അപകടം.
പക്ഷേ അന്ന് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന ഒരറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചില്ലായിരുന്നുവെന്നാണ് കമ്പനിയുടെ വാദം. സാധാരണ കോസ്റ്റൽ പോലീസോ ഗാർഡുകളോ മുന്നറിയിപ്പ് തരുന്നതനുസരിച്ച് പാലത്തിൽ സഞ്ചാരികളെ കയറ്റുന്നത് നിർത്തിവെക്കാറുണ്ടെന്നും കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡായ ആർ രാജേന്ദ്രൻ പറയുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ജോയ് വാട്ടർ സ്പോർട്സ് കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. ആൻഡമാനിലടക്കം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിച്ച് പരിചയമുണ്ടെന്നാണ് കമ്പനിയുടെ വാദം. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നിർമ്മാണമെന്ന് ശക്തമായി തിരയെ പാലത്തിന് പ്രതിരോധിക്കാനായില്ല. അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതല ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കുമാണ്. അനുമതികൾ തേടിയത് DTPC ആണെന്നാണ് കരാർ കമ്പനി വിശദീകരിക്കുന്നത്. DTPCയും അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും കരാർ കമ്പനിയും അപകടമുണ്ടായപ്പോൾ കൈമലർത്തുകയാണ് ഉണ്ടായത്. അധികൃതർ കൈയൊഴിയുമ്പോഴും അപകടം ഒരു വലിയ ദുരന്തമായി മാറാതിരുന്നത് മാത്രമാണ് ആശ്വാസം. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം. 96ാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 7 അവാർഡുകൾ നേടി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമർ ഇത്തവണത്തെ ഓസ്കാറിൽ തിളങ്ങി. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടൻ, ഒറിജിനൽ സ്കോർ, എഡിറ്റിംഗ്, ക്യാമറ അവാർഡുകൾ എന്നിവ ഓപ്പൺഹൈമർ നേടി. ആറ്റം ബോംബിന്റെ പിതാവ് ഓപ്പൺഹൈമറുടെ ജീവിതമാണ് ക്രിസ്റ്റഫർ നോളൻ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത്. ഇതിലൂടെ ആദ്യമായി സംവിധായകനുള്ള ഓസ്കാറും നോളൻ നേടി. കില്യൻ മർഫി മികച്ച നടനായും എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടി. റോബർട്ട് ഡൗണി ജൂനിയറാണ് മികച്ച സഹനടൻ. എമ്മ സ്റ്റോണിന്റെ മികച്ച നടി പുരസ്കാരമടക്കം 4 അവാർഡുകൾ നേടി. സ്റ്റോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മികച്ച വിദേശ ചിത്രം. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബാർബിക്ക് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചത്. ജിമ്മി കമ്മലായിരുന്നു ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിന്റെ അവതാരകൻ. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം നടക്കുന്ന ഗാസയിൽ സമാധാനത്തിനു വേണ്ടി ഒരു കൂട്ടം സെലിബ്രിറ്റികൾ ചുവന്ന റിബൺ ധരിച്ചാണ് ഓസ്കാർ ചടങ്ങിന് എത്തിയത്. അതേസമയം മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് പ്രഖ്യാപിക്കാൻ ഹോളിവുഡ് നടൻ ജോൺ സീന എത്തിയത് പൂർണ്ണ നഗ്നനായിട്ടായിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. KSU പ്രവർത്തകരെ മർദ്ദിച്ചതിന് SFI പ്രവർത്തകർക്കെതിരെ 2 കേസാണ് എടുത്തിരിക്കുന്നത്. SFI ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കലോത്സവ വേദിയിൽ ഇടിച്ചു കയറിയതിനാണ് KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് ഇന്നലെ സംഘർഷമുണ്ടായത്. പ്രതിഷേധവുമായി KSU പ്രവർത്തകർ എത്തിയതാണ് സംഘർഷാവസ്ഥയിൽ കലാശിച്ചത്. ഒരു വിഭാഗം മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കലോത്സവത്തിനിടെ SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് KSU പ്രവർത്തകർ വേദിയിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. ഇതിനിടെ SFI പ്രവർത്തകരും മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തി. ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ മത്സരങ്ങളും തടസ്സപ്പെട്ടു. മത്സരങ്ങൾ തടസ്സപ്പെട്ടതോടെ പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രംഗത്തെത്തി. യുക്രൈനിൽ 2022 റഷ്യ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് കരുതിയിരുന്നതായി US ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് രാജ്യങ്ങളിലെ പ്രമുഖരുടെയും ഇടപെടലാണ് പ്രതിസന്ധി ഒഴിവാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗത്തിൽ നിന്ന് റഷ്യയെ തടയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരിചേരാ രാജ്യങ്ങളുടെ സഹായം US തേടിയിരുന്നതായാണ് വിവരം. യുദ്ധത്തിനെതിരെ മോദി നടത്തിയ പരസ്യ പ്രസ്താവനകളും നിലപാടുകളും വലിയ സ്വാധീനം ചെലുത്തി. സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മോദി നൽകിയത്. G20 ഉച്ചകോടി വേദിയിലും ഇന്ത്യ യുദ്ധത്തെ എതിർത്ത് പ്രസ്താവനയിറക്കി. കൂടാതെ ചൈന ഉൾപ്പെടെ റഷ്യയ്ക്ക് വേണ്ടപ്പെട്ട മറ്റു രാജ്യങ്ങളും സമാന നിലപാടുകൾ സ്വീകരിച്ചത് യുദ്ധത്തിന്റെ വ്യാപ്തി കുറച്ചതായും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കോൺഗ്രസുമായുള്ള സഖ്യശ്രമങ്ങൾ ഉപേക്ഷിച്ച് ബംഗാളിലെ 42 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ ബഹ്റാംപൂരിൽ ക്രിക്കറ്റ് താരം യൂസുഫ് പഠാനെ മമതാ ബാനർജി നാടകീയമായി പ്രഖ്യാപിച്ചു. ഗുജറാത്ത് സ്വദേശിയാണ്. 2011 ലോകകപ്പ് ക്രിക്കറ്റ് നേടിയ ഇന്ത്യൻ ടീം അംഗമായ പഠാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം അംഗമായിരുന്നതാണ് ബംഗാളുമായുള്ള ബന്ധം. മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി, നടൻ ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരടക്കം 16 സിറ്റിംഗ് MPമാർ വീണ്ടും മത്സരിക്കും. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പുതുമുഖങ്ങൾക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ 12 പേർ വനിതകളാണ്. ലക്ഷങ്ങൾ പങ്കെടുത്ത പരേഡ് ഗ്രൗണ്ടിലെ വൻ റാലിയിൽ 300 അടി നീളമുള്ള റാമ്പിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം നടന്നായിരുന്നു മമതയുടെ പ്രഖ്യാപനം.
ഫാഷൻ ഷോകളിൽ എന്ന പോലെയുള്ള അവതരണം പുതുമയായി. കോൺഗ്രസിന് 3 സീറ്റിൽ കൂടുതൽ നൽകാൻ തൃണമൂൽ തയ്യാറാകാത്തതാണ് തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് വിഘാതമായത്. അവസാന നിമിഷം വരെ കോൺഗ്രസ് ദേശീയ നേതൃത്വം സഖ്യശ്രമങ്ങൾ നടത്തുകയായിരുന്നു. 1999 മുതൽ അധീർ രഞ്ജൻ ജയിക്കുന്ന മുർഷിദാബാദിലെ ബഹ്റാംപൂർ പിടിച്ചെടുക്കുന്നതിനായിട്ടാണ് യൂസഫ് പഠാനെ പോലെ താരമൂല്യമുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. മമതയുമായുള്ള സഖ്യത്തിന് തുടക്കം മുതലേ എതിരായിരുന്നു PCC പ്രസിഡന്റ് കൂടിയായ അധീർ രഞ്ജൻ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. നിലവിലുള്ള MP-മാരും ചലച്ചിത്ര താരങ്ങളുമായ നുസ്രത് ജഹാൻ, മിമി ചക്രവർത്തി എന്നിവർക്ക് സീറ്റില്ല. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് മിമി അറിയിച്ചിരുന്നു. BJP വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അർജുൻ സിംഗിനും സീറ്റ് ലഭിച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായ മേഘാലയയിലും 2 സീറ്റിലും പാർട്ടി മത്സരിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞു. അസമിലും ഏതാനും സീറ്റുകളിലും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ UP-യിൽ 1 സീറ്റിലും മത്സരിക്കും. BJP വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ക്രിക്കറ്റ് താരം കീർത്തി ആസാദ് ബർദ്വാൻ ദുർഗാപൂർ സീറ്റിൽ മത്സരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ സമരം നയിക്കുമ്പോഴും കർഷക നേതാക്കൾക്കിടയിൽ ഭിന്നത രൂപപ്പെടുന്നതായി റിപ്പോർട്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ ഞായറാഴ്ച പകൽ 12 മുതൽ 4 വരെ സംഘടിപ്പിച്ച ട്രെയിൻ തടയൽ സമരം സംയുക്ത കിസാൻ മോർച്ച, SKM രാഷ്ട്രീയേതര വിഭാഗം എന്നിവർ ചേരിതിരിഞ്ഞാണ് നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ വിവിധ കർഷക നേതാക്കൾ പരസ്പരം പഴിചാരിയതും ഭിന്നത തുറന്നു കാണിക്കുന്നതായി പറയുന്നു. നിലവിൽ ശംഭു ഖനൌരി അതിർത്തികളിൽ പ്രക്ഷോഭം നടത്തുന്ന രാഷ്ട്രീയേതര വിഭാഗവുമായി യോജിച്ചു പോകാനാവില്ലെന്ന നിലപാടാണ് SKM നേതാക്കൾ സ്വീകരിച്ചത്. ട്രെയിൻ തടയലിന് പിന്തുണ നൽകിയ 5 കർഷക യൂണിയനുകളോട് പ്രതികരിക്കാൻ പോലും SKM രാഷ്ട്രീയേതര വിഭാഗം നേതാവായ ജഗജിത് സിംഗ് ദല്ലേവാലും കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പാണ്ഡേറും തയ്യാറായില്ലെന്ന് ഭാരതി കിസാൻ യൂണിയൻ നേതാക്കൾ വിമർശിച്ചു. മറ്റു പല യൂണിയനുകളുമൊപ്പം 10 ജില്ലയിൽ ട്രെയിൻ തടഞ്ഞെന്നും എന്നാൽ SKM രാഷ്ട്രീയേതര വിഭാഗത്തിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളോ പ്രതികരണമോ ലഭിക്കാത്തതിനാൽ ഹരിയാന അതിർത്തിയിൽ സമരം നടത്താനായില്ലെന്നും ഉഗ്രഹാൻ വിഭാഗം ജനറൽ സെക്രട്ടറി സുഖ്ദേവ് സിംഗ് പറഞ്ഞു. അതേസമയം SKM നേതാക്കൾ എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവിലയ്ക്കായി ആവശ്യമുന്നയിക്കുന്നില്ലെന്ന് രാഷ്ട്രീയേതര വിഭാഗം ആരോപിച്ചു. 2020 നടത്തിയ സമരത്തിൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാണ് യൂണിയനുകൾ പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്നാൽ താങ്ങുവിലയെക്കുറിച്ച് അവർ ഒന്നും പറഞ്ഞില്ല. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ മാസം തങ്ങൾ സമരത്തിന് ഇറങ്ങിയതെന്നും ജഗജിത് സിംഗ് ദല്ലേവാൾ ചൂണ്ടിക്കാണിച്ചു. നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കർഷക സമരത്തിന്റെ പുരോഗതിയും അനിശ്ചിതാവസ്ഥയിലാണ്. പൊള്ളുന്ന വെയിലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് 2 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഉയർന്ന താപനില അനുഭവപ്പെടുന്നതിനാൽ ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണമുണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ പ്രയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.